സ്നേഹമുള്ളവരെ, ഇന്ന് പെസഹായാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ശിഷ്യന്മാരുടെ കാല് കഴുകിയ ശേഷം വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസമാണ്. ഈ വലിയ ദിനത്തിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും എല്ലാവർക്കും ആദ്യമേ നേരുകയാണ്. സുവിശേഷം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, അത്താഴത്തിനിടയ്ക്ക് കർത്താവ് മേലങ്കി മാറ്റി കച്ചയെടുത്ത് ചുറ്റി എന്നാണ് വായിക്കുക. മേലങ്കി അത് അധികാരത്തിൻ്റെ പ്രതീകമാണ്. കച്ച എന്ന് പറയുന്നത് ശുശ്രൂഷയുടെ പ്രതീകമാണ്. കർത്താവ് അധികാരത്തിൻ്റെ മേലങ്കി മാറ്റി ശുശ്രൂഷയുടെ കച്ചയെടുത്ത് ചുറ്റി എന്ന് പറയുമ്പോൾ അതിന് ശേഷമാണ് കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുക. കാല് കഴുകിയതിന് ശേഷം, ശിഷ്യന്മാരുടെ കാല് കഴുകിയതിന് ശേഷം വിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു, ഈ ശുശ്രൂഷയുടെ ജീവിതമാണ് വിശുദ്ധ കുർബാനയുടെ ബലി ജീവിതം എന്ന് പറയുന്നത്. കർത്താവ് അന്ത്യത്താഴത്തിനിടയ്ക്ക് എടുത്ത് ചുറ്റിയ കച്ച അത് നഷ്ടപ്പെട്ടു പോകുന്നില്ല. വീണ്ടും സുവിശേഷം തുടർന്ന് വായിക്കുമ്പോൾ കല്ലറയിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം കച്ച ചുരുട്ടി വച്ചിരിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അവിടെ നമ്മൾ തിരിച്ചറിയുന്നു, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞു പോയ കർത്താവ് നമ്മളോട് പറയുന്നത് ഈ സേവനത്തിൻ്റെ ആത്മീയത തുടരാനാണ്. വിശുദ്ധ കുർബാനയുടെ ആത്മീയതയും ഈ ശുശ്രൂഷയുടെ കച്ചയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ മിഷൻ പ്രവർത്തനത്തിനായി വന്ന ഒരു ഈശോസഭ വൈദികനാണ് ജോസഫ് ടഫറൽ എന്ന് പറയുന്ന വൈദികൻ. അദ്ദേഹം ഇവിടെ വന്നിട്ട് ഒരിക്കൽ പോലും തൻ്റെ ജന്മനാട്ടിലേക്ക് തിരിച്ചു പോയില്ല. വർഷങ്ങളോളം കണ്ണൂരിലെ ചിറക്കൽ മിഷനിൽ അദ്ദേഹം സേവനനിരതനായി പ്രവർത്തിച്ചു. ഒരു ചെറിയ സഞ്ചിയിൽ ഒരു ജുബയും ഒരു ഉടുപ്പുമൊക്കെയായി ഗ്രാമാന്തങ്ങൾ ചുറ്റി സഞ്ചരിച്ച് അവർക്ക് വേണ്ടി, ആ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഡിസ്പെൻസറികൾ സ്ഥാപിച്ച്, അവർക്ക് വേണ്ടി വിദ്യാലയങ്ങളും മറ്റ് ആതുരാലയങ്ങളൊക്കെ സ്ഥാപിച്ച് അവർക്കിടയിൽ ജീവിച്ച് മരിച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹം മരിച്ചപ്പോൾ കണ്ണൂരിലെ ചിറക്കൽ മിഷനിലെ ക്രൈസ്തവർ അദ്ദേഹത്തിൻ്റെ മൃതദേഹം അലങ്കരിച്ച്, പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് ഒരു നഗരപ്രദക്ഷിണം നടത്തുകയാണ്, ഒരു വിലാപയാത്ര നടത്തുകയാണ്. ഈ യാത്രക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചിരുന്ന വാഹനത്തിൽ അവർ വെച്ച പാട്ടിങ്ങനെയാണ്: നമ്മുടെ ദൈവമിതാ, നമ്മോട് കൂടെ ഇതാ. എത്ര അർത്ഥവത്തായ വരികളാണ്. തങ്ങൾക്ക് വേണ്ടി ജീവിച്ചു മരിച്ചൊരു വൈദികൻ കടന്നു പോകുമ്പോൾ അവർ പാടുകയാണ്: നമ്മുടെ ദൈവമിതാ, നമ്മോട് കൂടെ ഇതാ. വിശുദ്ധ കുർബാന മധ്യേ തിരുവോസ്തി എടുത്തുയർത്തി മുറിക്കുമ്പോൾ നമ്മൾ പാടുന്ന പാട്ടാണ് നമ്മുടെ ദൈവമിതാ, നമ്മോട് കൂടെ ഇതാ എന്ന ഗാനം. തങ്ങൾക്ക് വേണ്ടി ജീവിച്ച് മരിച്ച് ശരീരവും ആത്മാവും മുറിച്ചു കൊടുത്ത് കടന്നുപോയ ഒരു നല്ല വൈദികനെ കുറിച്ച് അവർ പാടുകയാണ്: നമ്മുടെ ദൈവമിതാ, നമ്മോട് കൂടെ ഇതാ. സ്നേഹമുള്ളവരെ, ശുശ്രൂഷയുടെ കച്ചയെടുത്ത് ചുറ്റി സേവന സന്നദ്ധരാകുമ്പോൾ, വിശുദ്ധ കുർബാനയെപ്പോലെ മുറിയപ്പെടാൻ തയ്യാറാകുമ്പോൾ നമ്മളും ദൈവികരാകും എന്നുള്ളതല്ലേ ഇതിൻ്റെ പ്രതീകാത്മകമായ അർത്ഥം. ഈ പെസഹ നമ്മളോട് പറയുന്നതാണ്: കച്ചയെടുത്ത് ചുറ്റാം, ജീവിതം മുറിക്കപ്പെടാം. എല്ലാവർക്കും പെസഹ ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ നേരുന്നു. ആമേൻ.